Realme 7ന്റെ വിശേഷങ്ങളും 7ഉം 7 Proയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവറോൾ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഇനി സെൽഫി ക്യാമറ ഒരു പഞ്ച് ഹോൾ സെറ്റപ്പിലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട്. ബാക്ക് ഒരു പ്ലാസ്റ്റിക് കേസ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. റെക്ടാങ്കിൾ ഷേപ്പില് ക്വാഡ് ക്യാമറ കൊടുത്തിരിക്കുന്നു. ഒപ്പം റിയൽമിയുടെ ബാഡ്ജിങ്ങും നമുക്ക് ബാക്കിൽ കാണാൻ കഴിയും. സൈഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് നൽകിയിരിക്കുന്നത്. അതായത് പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിരിക്കുന്നത്. 9.4 mm ആണ് തിക്നെസ്, 196.5 ഗ്രാം ആണ് വെയിറ്റ്. ഓവറോൾ ഡിസൈൻ നോക്കിയപ്പോൾ വലിയ മോശമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു ഡിസൈനായി തന്നെ തോന്നി. ഡിസ്പ്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 16.5 സെന്റിമീറ്ററിന്റെ അല്ലെങ്കിൽ 6.5 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു സവിശേഷത 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 90.5% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. 1080x2400 ആണ് സ്ക്രീനിന്റെ റെസൊല്യൂഷൻ. ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതായത് 4 ക്യാമറകൾ. സോണിയുടെ IMX682 സെൻസർ ഉൾപ്പെടുത്തിയ 64 MB ഒരു പ്രൈമറി ക്യാമറ, B&W ലെൻസ്, 8 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, മാക്രോ ലെൻസ്, LED ഫ്ലാഷ് എന്നിവയാണ് റിയർ സൈഡിലെ ക്യാമറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 1080 പിക്സലില് 30 FPS, 60 FPS, 120 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അതുപോലെ 720 പിക്സലിലും 30 FPS, 60 FPS, 240 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ടില് 16 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. പെർഫോമൻസ് നോക്കുമ്പോൾ മീഡിയ ടെക്കിന്റെ ഹീലിയോ G95 എന്ന പുതിയൊരു പ്രോസസ്സറാണ് റിയൽമി 7ൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ മുന്നത്തെ G90T എന്ന പ്രോസസ്സറിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഒരു 5% CPU പ്രോസസ്സിംഗിലും അതുപോലെ 8% GPU പ്രോസസ്സിംഗിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ വലിയ കാര്യമായ ഇംപ്രൂവ്മെന്റ് ഒന്നും കാണാനില്ല. എങ്കിലും ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നൽകാൻ കഴിയുന്ന ഒരു പ്രോസസ്സറാണ് പുതിയ G95 എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. LPDDR4X റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6GB 8GB എന്നീ 2 വേരിയന്റുകളിൽ നമുക്ക് റാം അവൈലബിൾ ആണ്. ഇനി റോമിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ സ്റ്റോറേജിന്റെ കാര്യത്തിലേക്ക് വന്നാലും അവിടെയും 64GB 128GB എന്നീ 2 വേരിയന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. റിയൽമി UI ഉൾപ്പെടുത്തിയ ആൻഡ്രോയിഡ് 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൊത്തത്തില് പെർഫോമൻസ് നോക്കിക്കഴിയുമ്പോൾ മോശമല്ലാത്ത ഒരു ഡീസന്റ് ആയ ഒരു പെർഫോമൻസ് തന്നെ റിയൽമി 7 നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ഒരു ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 30 വോൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും നൽകിയിരിക്കുന്നു. 26 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത്. മറ്റ് ചില സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ 2+1 സിം കാർഡ് ട്രേ ആണ് നൽകിയിരിക്കുന്നത്. 2 സിമ്മും ഒരു മൈക്രോ SD കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാം. 2 കളറുകളിലാണ് നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്, മിസ്റ്റ് വൈറ്റ്, മിസ്റ്റ് ബ്ലൂ. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6GB 64GB വേരിയന്റിന് 14,999 രൂപയും 8GB 128GB വേരിയന്റിന് 16,999 രൂപയും പ്രൈസിങ്. സെപ്റ്റംബർ 10 മുതലായിരിക്കും നമുക്ക് ഈ ഫോണ് പർച്ചേസിന് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ഇനി നമുക്ക് റിയൽമി 7ഉം 7 Proയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ ഒന്ന് നോക്കാം. ഡിസ്പ്ലേ നോക്കിക്കഴിയുമ്പോൾ 6.4 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരുന്നു നമുക്ക് 7 Proയിൽ ലഭിക്കുന്നതെങ്കിൽ 7ലേക്ക് വന്നപ്പോൾ അത് 6.5 ഇഞ്ചിന്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. എന്നാൽ 7ൽ നമുക്ക് 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുമ്പോൾ 7 Proയിൽ നമുക്കത് ലഭിക്കുന്നില്ല. ഇനി 7 Proയിൽ നമുക്കറിയാവുന്ന പോലെ ഒരു ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിന്റ് സെൻസർ നൽകിയിരുന്നു. എന്നാൽ 7ലേക്ക് വന്നപ്പോൾ പവർ ബട്ടണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ നൽകിയിരിക്കുന്നു. റിയർ ക്യാമറയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും അതിന്റെ ക്യാമറ അലൈൻമെന്റിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാം. അത് മാത്രമേ ഉള്ളൂ. 32 MB ആയിരുന്നു റിയൽമി 7 Proയിൽ സെൽഫി ക്യാമറയെങ്കിൽ റിയൽമി 7ലേക്ക് വന്നപ്പോൾ അത് 16 MB ഉള്ളൂ. പ്രോസസ്സർ നോക്കിക്കഴിഞ്ഞാൽ റിയൽമി 7ൽ മീഡിയ ടെക്കിന്റെ ഹീലിയോ G95 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ
റിയൽമി 7 പ്രോയിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയ പെർഫോമൻസ് നൽകാൻ കഴിയുന്ന സ്നാപ്ഡ്രാഗന്റെ 720G എന്ന പ്രോസസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി നോക്കിയാൽ റിയൽമി 7ല് 5000 mAhന്റെ ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ 7 പ്രോയിൽ അത് 4500 mAh ആണ്. ഒരുപക്ഷെ ഫോണിന്റെ തിക്നെസ് കുറയ്ക്കുന്നതിനായിരിക്കാം ഒരു 500 mAh കുറച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം 8.7 mm ആണ് 7 പ്രോയുടെ തിക്നെസ് എങ്കിൽ 9.4 mm ആണ് 7ന്റെ തിക്നെസ്. 7 പ്രോയ്ക്ക് 65 വാൾട്ടിന്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജർ ആയിരുന്നു നൽകിയിരുന്നതെങ്കിൽ 7ലേക്ക് വന്നപ്പോൾ അത് 30 വോൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ ആണ് നൽകിയിരിക്കുന്നത്. 7 പ്രോയും 7ഉം നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 5000 രൂപയുടെ വ്യത്യാസവും നമുക്ക് പ്രൈസിംഗിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് റിയൽമിയുടെ 7ഉം 7 പ്രോയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ. അപ്പൊ ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.